മ്യൂച്വൽ ഫണ്ട് SIP അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പിൻ്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ സ്പോട്ടിഫൈ പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷൻ അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ UPI ഓട്ടോപേ സെറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഡേറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പേയ്മെൻറ്റ് പോയിക്കോളും. കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷനിലേക്ക് ട്രയൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓട്ടോപേ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രയൽ വെർഷനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ട്രയൽ വെർഷൻ എടുത്ത് ഉപയോഗിക്കും, പിന്നീട് നമ്മളത് മറന്നു പോകും. ആ ഒരു ട്രയൽ വെർഷൻ എടുക്കാനായിട്ട് ഓട്ടോപേ സെറ്റ് ചെയ്ത കാര്യം ആ ഒരു ട്രയൽ എൻഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത മൺഡേറ്റ് വഴി പേയ്മെൻറ്റ് പോകുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു കാര്യം ഓർക്കുന്നത് തന്നെ. ഇങ്ങനെ അബദ്ധം പലർക്കും പറ്റാറുണ്ട്. ഇപ്പോൾ 3 മന്ത് ആപ്പിൾ മ്യൂസിക്കിൻ്റെ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ 1 മന്ത് സ്പോട്ടിഫൈയുടെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ കിട്ടുന്ന സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഓട്ടോപേ സെറ്റ് ചെയ്യും, മറന്നു പോകും. ആ ഒരു ട്രയൽ കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഫണ്ട് പോകും. പിന്നെ സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ മാളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഏതെങ്കിലുമൊക്കെ ഓർഗനൈസേഷൻ്റെ ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവർ ചാരിറ്റിക്ക് വേണ്ടി ചെറിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടും. ഇപ്പോൾ ഉള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ ഓട്ടോപേ സെറ്റ് ചെയ്യുകയാണ് അവരും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഡേറ്റിൽ നമ്മൾ പറയുന്ന ഒരു എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. ഇത് നമ്മൾ പലപ്പോഴും മറന്നു പോകും. UPI ഓട്ടോപേ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇയർ സെറ്റ് ചെയ്യും. ആ ഒരു ഇയർ വരെ നമ്മൾ മാക്സിമം ഒരു എമൗണ്ട് ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. ആ ഒരു എമൗണ്ടിനുള്ളിൽ നമ്മൾ പറയുന്ന എമൗണ്ട് എത്രയാണോ അതായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നത്. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഡേറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ഡേറ്റിൻ്റെ ഒരു 2 ഡേയ്സ് മുമ്പ് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ മെസ്സേജ് വരും. ഈ പറഞ്ഞ രീതിയിൽ ഇന്ന ഡേറ്റിൽ ഓട്ടോപേ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു എമൗണ്ട് ഡെബിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. ഇല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിൽ ഫണ്ട് ഉറപ്പ് വരുത്തണം. നമ്മൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല, അക്കൗണ്ടിൽ ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് ആണെങ്കിൽ ആ ഒരു UPI ഓട്ടോമാറ്റിക് ഫെയിലിയർ ആവുകയും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു ഫെയിലിയർ ചാർജ് സർവീസ് ചാർജായിട്ട് ബാങ്ക് ഈടാക്കുകയും ചെയ്യും. സോ ഇങ്ങനെ സർവീസ് ചാർജ് നല്ല രീതിയിൽ കൊടുക്കുന്ന കുറേയധികം ആളുകളുണ്ട്. പലപ്പോഴും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോപേ മണ്ടേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ട് പലർക്കും ഇങ്ങനെ ഓട്ടോപേ മണ്ടേറ്റ് സെറ്റ് ചെയ്തിട്ട് അതെങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് കൂടി അറിയില്ല. നമ്മൾ ഏതെങ്കിലും UPI ആപ്പ് വഴിയായിരിക്കും മണ്ടേറ്റ് സെറ്റ് ചെയ്യുന്നത്. ആ ഒരു UPI ആപ്പിലെ അക്കൗണ്ട് മാനേജ്മെൻറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോപേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ മൊബൈൽ ആപ്പ് വഴി സെറ്റ് ചെയ്തിട്ടുള്ള മണ്ടേറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് താൽക്കാലികമായിട്ട് പോസ് ചെയ്യാം അല്ലെങ്കിൽ റിവോക്ക് ചെയ്യാം. അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ നമ്മൾ പല UPI ആപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ UPI ആപ്പിൻ്റെയും അക്കൗണ്ട് മാനേജ്മെൻറ്റ് സെക്ഷനിൽ പോയി ഈ പറഞ്ഞ രീതിയിൽ ഓട്ടോപേ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അതിനൊരു സൊല്യൂഷൻ ഇപ്പോൾ NPCI തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. UPI ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. ആ ഒരു പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് UPI ആപ്പ് വഴി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള UPI ഓട്ടോപേ ആണെങ്കിൽ നമുക്ക് ആ ഒരു പോർട്ടൽ വഴി കാണുവാനും അത് മാനേജ് ചെയ്യാനും സാധിക്കും. നമുക്ക് UPI ഓട്ടോപേ കാണാം. അതിൽ സെറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്ര നാൾ വരെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു UPI ഓട്ടോപേ നമുക്ക് റിവോക്ക് ചെയ്യാം അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് പോസ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു UPI പോർട്ടൽ വഴി ചെയ്യാനായിട്ട് സാധിക്കും. ഒക്ടോബർ 7 പുറത്തിറങ്ങിയ സർക്കുലർ അനുസരിച്ച് ഈ ഒരു ഡിസംബർ 31 UPI നെറ്റ്വർക്കിലുള്ള അംഗങ്ങളെല്ലാം തന്നെ ഈ ഒരു പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കണം. അതേപോലെ തന്നെ പുതിയ മാറ്റം അനുസരിച്ച് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു UPI ആപ്പ് വഴി സെറ്റ് ചെയ്തിരിക്കുന്ന ഓട്ടോ മണ്ടേറ്റ് ആണെങ്കിൽ നമുക്കത് പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഗൂഗിൾ പേയിൽ സെറ്റ് ചെയ്തിട്ടുള്ള UPI ഓട്ടോപേ മണ്ടേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ പേയിലേക്ക് നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. 90 ദിവസം ഒരു ഗ്യാപ്പ് ഉണ്ട്. ഒരു തവണ മാറ്റി കഴിഞ്ഞാൽ 90 ദിവസം കഴിഞ്ഞ് പിന്നീട് മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓട്ടോപേ മണ്ടേറ്റ് പോർട്ട് ചെയ്യുന്നതിനായിട്ട് പ്ലാറ്റ്ഫോമുകളൊന്നും തന്നെ ഓഫേഴ്സും കാര്യങ്ങളൊന്നും കൊടുക്കാനായിട്ട് പാടില്ല. അത് സ്വാഭാവികമായിരിക്കണമെന്ന് NPCI പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഒരു പ്ലാറ്റ്ഫോമിലും കിട്ടുകയില്ല. ഇനി ആദ്യം ഫോൺ പേ അതുപോലെ തന്നെ ഗൂഗിൾ പേ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു UPI ഓട്ടോപേ എങ്ങനെ ഈ പറഞ്ഞ ആപ്പുകൾ വഴി നമുക്ക് മാനേജ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഫോൺ പേയിൽ നമ്മൾ ഫോൺ പേ ആപ്പ് വഴി സെറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോപേ എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെയായിട്ട് മാനേജ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു മാനേജ് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്ന സമയത്ത് അതിൽ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ മോർ ഓപ്ഷൻസിൽ നമുക്ക് ഓട്ടോപേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ചെക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫോൺ പേ ആപ്പ് വഴി സെറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോപേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഫോൺ പേ ആപ്പ് വഴി ഓട്ടോപേസ് ഒന്നും തന്നെ സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകും. അതുവഴി നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് GPay നോക്കാം. GPay ആണെങ്കിൽ GPay ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ നമുക്ക് ഓട്ടോപേ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോപേസ് ഒക്കെ കാണാം. ഇപ്പോൾ ഞാൻ GPay വഴി ഒരു ഓട്ടോപേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രോയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ലൈവ് ആണോ അല്ലയോ, എത്ര രൂപ വരെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഡേറ്റ്, എത്ര പേയ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഇപ്പോൾ ലൈവ് ആയിട്ടുള്ളത്. പിന്നെ പെൻഡിങ് ആയിട്ട് നമ്മളിപ്പോൾ നിങ്ങൾ ഓട്ടോപേ നമ്മൾ സെറ്റ് ചെയ്തു, അത് നമ്മൾ അപ്രൂവ് ചെയ്യണം UPI പിൻ അടിച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ UPI പിൻ അടിക്കാതെ പെൻഡിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ കാണാം. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മൾ ക്യാൻസൽ ചെയ്ത ഓട്ടോപേസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള UPI ഓട്ടോപേയുടെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് കൂടുതൽ ഇൻഫർമേഷൻ വരും. എത്ര രൂപ വരെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് ഒക്കെ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ 2055, അതായത് 20 വർഷത്തേക്കൊക്കെയാണ് നമ്മൾ ഓട്ടോപേ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്.
പിന്നെ ഡെബിറ്റ് ചെയ്യുന്ന ഡേറ്റ്, നമ്മൾ ഡെബിറ്റ് ചെയ്ത ആ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽ ഇൻഫർമേഷൻ വരും. പിന്നെ താഴെയായിട്ട് നമുക്ക് താൽക്കാലികമായിട്ട് ഈ ഒരു ഓട്ടോ പേ പോസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ ഞാൻ UPI ഓട്ടോ പേ സെറ്റ് ചെയ്യാനായിട്ട് കൂടുതലായിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഭീം ആപ്പാണ്. അപ്പോൾ എല്ലാ UPI ഓട്ടോ പേയ്മെന്റ് ഒരൊറ്റ ആപ്പിൽ കൊണ്ടുവരാനായിട്ട് ഭീം ആപ്പ് ഞാൻ ചൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ അത് ഭീം ആപ്പിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹോം പേജിൽ തന്നെ IPO അല്ലെങ്കിൽ ഓട്ടോ പേ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് മാൻഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള UPI ഓട്ടോ മാൻഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഞാൻ ആപ്പിളിൻ്റെ 2 ഓട്ടോ പേ എനിക്ക് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അത് എത്ര ഓട്ടോ പേയ്മെന്റ് കംപ്ലീറ്റ് ആയെന്ന് ഇവിടെ കാണാം. ഇനിയിപ്പോൾ പെൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ UPI പിൻ അടിക്കാതെ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണാം. കൂടുതൽ ഇൻഫർമേഷൻ അറിയാണ്ട് മോർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എമൗണ്ട് കാണാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്, കംപ്ലീറ്റഡ് സൈക്കിൾ, അതുപോലെ തന്നെ മാൻഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്, എൻഡ് ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. നമുക്കിത് റിവോക്ക് ചെയ്യണമെങ്കിൽ റിവോക്ക് ചെയ്യാം, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് പോസ് ചെയ്യാം. സോ ഈ രീതിയിലാണ് ഓരോ UPI ആപ്പ് വഴിയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള മാൻഡേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതും അത് മാനേജ് ചെയ്യുന്നതും. ഇനി UPI ഹെൽപ്പ് പോർട്ടൽ നോക്കാം. ഈ ഒരു പോർട്ടൽ വഴി എങ്ങനെ നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഏത് പ്ലാറ്റ്ഫോം വഴിയാണെങ്കിലും സെറ്റ് ചെയ്തിട്ടുള്ള UPI ഓട്ടോ പേ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു പോർട്ടൽ വഴി നമുക്ക് UPI റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ നിലവിൽ പൈലറ്റ് റണ്ണിങ്ങിലാണ്, കംപ്ലീറ്റ് ആയിട്ട് ലോഞ്ച് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ബഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്തായാലും ഇപ്പോൾ നിലവിലെ ഈ ഒരു UPI ഹെൽപ്പ് പോർട്ടൽ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് NPCIയുടെ UPI ഹെൽപ്പ് പോർട്ടൽ. ഇതിനകത്ത് നമ്മൾ ആദ്യം നമ്മളെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇതിലേക്ക് ലോഗിൻ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി എന്ന് പറഞ്ഞ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം ഇത് പൈലറ്റ് ലോഞ്ച് ആണ് എന്ന് പ്രത്യേകം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഐ ഹാവ് UPI ട്രാൻസാക്ഷൻ റിലേറ്റഡ് ഇഷ്യൂ, പിന്നെ ഷോ മൈ ഓട്ടോ പേ മാൻഡേറ്റ്. നമുക്കിപ്പോൾ ഓട്ടോ പേ മാൻഡേറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ രജിസ്റ്റേർഡ് ആയിരിക്കുന്ന UPI വഴി രജിസ്റ്റേർഡ് ആയിരിക്കുന്ന ഓട്ടോ പേ കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് കൂടാതെ ഒരു ഹോസ്റ്റിംഗർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ ഒരു ഓട്ടോ പേ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ആപ്പിൾ മീഡിയ, നമ്മൾ നേരത്തെ കണ്ട ആപ്പിളിൻ്റെ കുറച്ച് സബ്സ്ക്രിപ്ഷൻസിന് വരുന്നുണ്ട്. പിന്നെ അത് എത്ര ടൈം എക്സിക്യൂട്ട് ആയി, ഫ്രീക്വൻസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഓരോ കാറ്റഗറി അനുസരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ആൻഡ് മീഡിയ, പിന്നെ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസിൽ ഗ്രോയിൽ ഒരു ഓട്ടോ പേ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇത് നമുക്ക് പോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, റിവോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പോസ് ചെയ്യുകയാണെങ്കിൽ പോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ സ്പെസിഫൈ ഒരു ഡേറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം, ഏത് പീരീഡ് വരെയാണ് ഇത് പോസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ് വരെ ഈ ഒരു ഓട്ടോ പേ എക്സിക്യൂട്ട് ആവുകയില്ല. അങ്ങനെ നമുക്കൊരു പർട്ടിക്കുലർ ടൈം ഫ്രെയിം വരെ നമുക്ക് താൽക്കാലികമായിട്ട് നമ്മുടെ ഒരു മാൻഡേറ്റ് നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി റിവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിവോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കത് ആ ഒരു പർട്ടിക്കുലർ ഓട്ടോ പേ മാൻഡേറ്റ് നമുക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നിലവിൽ ഞാൻ റിവോക്ക് ബട്ടൺ കൊടുത്തപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ എനിക്ക് 2 ഓട്ടോ പേ വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ഓട്ടോ പേ ആണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് അവർ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഒരു മാൻഡേറ്റ് 1ൽ എമൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, 2ലും ഉണ്ട്. ഈ ഓട്ടോ പേയിൽ ഈ ഒരു മാൻഡേറ്റ് 1 എന്തായാലും അത് ട്രാൻസാക്ഷൻ ഒന്നും എക്സിക്യൂട്ട് ആയിട്ടില്ല. 2ൽ ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷനാണ് എനിക്ക് റിമൂവ് ആക്കേണ്ടത്. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് ആ ഒരു മാൻഡേറ്റ് സെറ്റ് ചെയ്തതെന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കിവി ആപ്പ് വഴിയാണ് ഞാൻ ഈ ഒരു മാൻഡേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്താം. ഏത് ആപ്പ് വഴിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് ഉണ്ട്. റെമിറ്റർ ബാങ്ക് യെസ് ബാങ്ക് ആണ്. സ്റ്റാറ്റസ് ഇപ്പോഴും ആക്റ്റീവ് ആണ്. അപ്പോൾ അവർ അഗൈൻ കൺഫേം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനത് കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു. ഒന്നെങ്കിൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റിവോക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനാണ് പറയുന്നത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഫോണിലാണെന്നുണ്ടെങ്കിൽ നേരെ കിവി ആപ്പ് ആയിരിക്കും ഓപ്പൺ ആകുന്നത്. കിവിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിവി ആപ്പ് ഓപ്പൺ ആയിട്ട് അത് അതിൻ്റെ ആ ഒരു ഓട്ടോ പേ ആ ഒരു ഓപ്ഷനിലേക്കായിരിക്കും മൂവ് ആകുന്നത്. അവിടെ നമുക്കത് റിവോക്ക് ചെയ്യാം. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോ പേ ആണെങ്കിലും നമുക്കത് മാൻഡേറ്റ് കാണാനും അത് റിവോക്ക് ചെയ്യാനും ഇല്ലെങ്കിൽ താൽക്കാലികമായിട്ട് പോസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇനിയിപ്പോൾ ന്യൂ ചാറ്റ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ പുതിയൊരു വിൻഡോ വന്നു. ഇപ്പോൾ ChatGPTയുടെ ഒരു സെയിം വിൻഡോ പോലൊക്കെ തന്നെയാണ് നടത്തിയിട്ടുള്ള ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. കംപ്ലയിൻസ് ഒക്കെ ഇവിടെ കാണാം. ഇനി നിങ്ങൾക്കൊരു UPI ട്രാൻസാക്ഷൻ റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കംപ്ലയിൻറ്റ് കൊടുക്കണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് കൊടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു 2 ട്രാൻസാക്ഷൻ വരും. ആ ട്രാൻസാക്ഷൻ നടത്തിയ ഡേറ്റ് അതുപോലെ തന്നെ ടൈം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇതിൽ ഏത് ട്രാൻസാക്ഷൻ ആണോ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത് അത് ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് വേണ്ട ഒരു കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ ദ ട്രാൻസാക്ഷൻ വിത്ത് ദ ഇഷ്യൂസ് നോട്ട് പ്രസൻറ്റ് ഇൻ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ നമ്മളോട് അഡീഷണൽ ഡീറ്റെയിൽസ് ചോദിക്കും. അഡീഷണൽ ഡീറ്റെയിൽസ് കൊടുത്ത് ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ കണ്ടെത്തി നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി തന്നെ ഒരു കംപ്ലയിൻറ്റ് UPI ട്രാൻസാക്ഷൻ റിലേറ്റഡ് കംപ്ലയിൻറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി